എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബാലകൃഷ്ണൻ എമ്പ്രാന്തിരി. എറണാകുളം ജില്ലയിലെ കുമ്പളം എന്ന ഗ്രാമത്തിൽ സഞ്ജീവിനി പൂജാമഠം ശ്രീ ശാസ്താഞ്ജനേയ മന്ദിരത്തിൽ നിന്നാണ് ഈ കഴിഞ്ഞ ഒരു 6-7 മാസക്കാലമായി ഈ സഞ്ജീവിനി പൂജാമഠത്തിൽ മറ്റൊരു പ്രത്യേക കർമ്മം കൂടി ആരംഭിച്ചിട്ടുണ്ട്, തിലഹോമം. അപ്പോൾ എന്താണ് തിലഹോമെന്ന് ഇതിൽ പലർക്കും അറിയാമായിരിക്കാം. നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് കൂടുതൽ ഊർജം പകരുന്ന തരത്തിൽ അവരുടെ ഉപബോധ മനസ്സിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന പ്രധാനപ്പെട്ട പൂജകളിലൊന്നാണ് പൗർണമി ദിവസം നടത്തുന്ന പൂജ. ഇതേപോലെ തന്നെ വളരെയധികം പ്രാധാന്യം ഉള്ള ഒന്നാണ് മരണപ്പെട്ടുപോയ നമ്മുടെ പൂർവികരായി മരിച്ചു പോയിട്ടുള്ള എല്ലാ ആത്മാക്കൾക്കും, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ഒരു ഊർജം പുറത്തേക്ക് പോകുന്ന ആ ഊർജത്തെയാണല്ലോ നമ്മൾ ആത്മാവെന്ന് വിളിക്കുന്നത്. ഈ ആത്മാവ് എപ്പോഴും നമ്മുടെ മനസ്സുമായി ഒരല്പമെങ്കിലും ബന്ധിച്ച് നിൽക്കുന്നതാണ് പൂർവികരെല്ലാം പറയുന്നത്. അപ്പോൾ ഇതിനൊരു മോക്ഷം കിട്ടുക, അല്ലെങ്കിൽ ഈ മരിച്ച ആത്മാവിന് ഒരു തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക, ഇത് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യേകം പ്രാർത്ഥനകൾ ഇന്നും നടക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിലാണെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിലും. ഹിന്ദു സമുദായത്തിൽ നോക്കിയാൽ മരിച്ച ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ വ്യക്തികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ആണ്ട് ശ്രാർത്ഥം അല്ലെങ്കിൽ ആണ്ടുബലി നടത്തിപ്പോരുന്നു. എന്നാൽ ഏത് കുടുംബം പരിശോധിച്ചാലും ആ കുടുംബങ്ങളിലെല്ലാം പിതൃക്കളുടെ ദുരിതങ്ങൾ അല്ലെങ്കിൽ പിതൃകളുടെ ദോഷം എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു വരുന്നുണ്ട്. ഒരു പരിധിവരെ ഈ പിതൃക്കളുടെ ദുരിതങ്ങൾ തീരാൻ ശാസ്ത്രം വിധിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിയയാണ് തിലഹോമം. തിലം എന്ന് വെച്ചാൽ എള്ള് കൊണ്ട് മഹാവിഷ്ണു സങ്കല്പത്തിൽ അഷ്ടാക്ഷരി, ഗായത്രി, തൃഷ്ടുപ്പ്, ഗീതാ തൃഷ്ടുപ്പ് ഇത്യാദി മന്ത്രങ്ങളെ കൊണ്ട് പരമാവധി സംഖ്യ ഹോമിക്കുക. അപ്പോൾ ഇവിടെ ഈ തിലഹോമം ചില അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടന്നു വരുന്നുണ്ട്. കൂടുതലും നടക്കുന്നത് എല്ലാ ദൂര സ്ഥലങ്ങളിലാണ്. കേരളത്തിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ഇത്തരത്തിലുള്ള തിലഹോമം നടക്കുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചോളം ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ വാവിനും അവിടെ പോയി അവർ വർഷത്തിലൊരിക്കൽ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ്. എല്ലാ വാവിനും അവിടെ പോയി ചേരാൻ സാധിക്കില്ല. ചിലവർ തിരുവനന്തപുരം, തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ പോകുന്നു, തിരുനെല്ലിയിൽ പോകുന്നു. നമ്മൾ 4-5 ആചാര്യന്മാരിരുന്ന് ആവുന്നത്ര സംഖ്യ തിലഹോമം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വാവ് തോറും എല്ലാ കർത്തവാവിനും രാവിലെ 6 മണി മുതലാണ് ഈ തിലഹോമം ആരംഭിക്കുന്നത്. 8 മണിയോട് പര്യവസാനിക്കുന്നു. 6 മുതൽ 8 വരെ എന്നുള്ള സമയം നിശ്ചയിക്കാൻ പ്രധാനപ്പെട്ട കാരണം ജോലിക്ക് പോകേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. ഇതിൽ ഇന്ന് പല ആളുകളും ഈ തിലഹോമത്തിന് പങ്കെടുക്കുന്ന കാര്യത്തിലും ഒരു സംശയമുണ്ട്. ഇത് ഒരു കാരണവശാലും ഒരിക്കലോടുകൂടി ചെയ്യേണ്ട കാര്യമല്ല. നമ്മുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടെ നല്ലതായിരിക്കും. അതുകൊണ്ട് പരമാവധി ഇതിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾ ഈ സന്നിധിയിൽ വെച്ച് നടത്തുന്ന തിലഹോമത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കുക. പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ മാത്രം അന്നത്തെ ദിവസം നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. കാരണം പിതൃക്കൾക്ക് ആണ് പ്രാധാന്യം. ദേവനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് മരണപ്പെട്ട പിതൃക്കൾക്കാണ്. അതാണല്ലോ നമ്മൾ പലതരത്തിൽ ശാസ്ത്രം നമ്മളെ പല കാര്യങ്ങളും ചിന്തിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരല്പം വളഞ്ഞ വഴിക്കാണ്. നമ്മളിപ്പോൾ ഒരു മരണവീട്ടിൽ പുല എന്ന പേരിൽ ആ സമയത്ത് ദേവകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നത്, ദേവന് പൂജയും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത്, നമ്മളെല്ലാം ധരിച്ചിട്ടുള്ളത് പുലയായതുകൊണ്ട്, അശുദ്ധിയായതുകൊണ്ട് ദേവൻ്റെ കാര്യം ചെയ്യാനും പാടില്ല എന്നാണ്. പക്ഷെ അതിന് പ്രധാനപ്പെട്ട മറ്റൊരു അർത്ഥമുണ്ട്. നമ്മൾ ആ സമയത്ത് ദേവൻ്റെ കാര്യങ്ങളിലേക്ക് കൈ കടത്തിയാൽ ഒരുപക്ഷെ പിതൃക്കളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു പോകും. അത് വരാൻ പാടില്ല. അവിടെ പ്രാധാന്യം കൂടുതൽ പിതൃക്കളുടെ കാര്യം തന്നെ ആയതുകൊണ്ട് ദേവകാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് പിതൃകർമ്മങ്ങളിൽ ഏർപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ദേവനേക്കാൾ പ്രാധാന്യം ശാസ്ത്രം തന്നെ പിതൃക്കൾക്ക് കൊടുത്തിട്ടുള്ളപ്പോൾ പിതൃക്കളുടെ ദുരിതം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. കാരണം തലമുറകളായിട്ട് ഓരോ
തലമുറയിലും കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പൂർവികരിലുള്ള ആളുകൾ തന്നെ പുനർജനിച്ചു വരുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം. അത് ഇന്ന് എത്രത്തോളം ആളുകൾ വിശ്വസിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു വിഭാഗം ആളുകളെങ്കിലും ഇത് വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ നമ്മുടെ മുത്തശ്ശൻ്റെ അച്ഛൻ്റെയോ തലമുറയിൽ നിന്നൊരു കുഞ്ഞായിരിക്കും പുനർജനിച്ച് വന്നിരിക്കുന്നത് എന്നുള്ള സങ്കല്പത്തിൽ, വിശ്വാസത്തിൽ ആ മുത്തശ്ശൻ്റെ പേര് തന്നെ ഈ ആൺകുട്ടിക്ക് ഇടാറുണ്ട്. പെൺകുട്ടി ജനിച്ചാൽ മുത്തശ്ശിയുടെ പേര് തന്നെ ഈ കുട്ടിക്ക് നാമകരണം ചെയ്യാറുണ്ട്. ഇത് വിശ്വസിക്കാത്ത ആളുകൾ മറ്റൊരു കാര്യത്തിൽ വിശ്വാസമുണ്ട്. എന്താണ്? ഷുഗറോ പ്രഷറോ ഈ ഇന്ന് ആധുനിക കാലത്ത് കണ്ടെത്തിയിട്ടുള്ള പല രോഗങ്ങളും അതിനൊക്കെ ഇവർ ഈ ഭാഷ ഉപയോഗിക്കാറുണ്ട്. പാരമ്പര്യമായിട്ടുള്ളതാണ്. എനിക്ക് പ്രഷറുണ്ട്, പാരമ്പര്യമാണ്. എനിക്ക് ഷുഗറുണ്ട്, പാരമ്പര്യമാണ്. മുത്തശ്ശനുണ്ടായിരുന്നു, മുത്തശ്ശിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കുമുണ്ട്. അതേപോലെ തന്നെയാണിതും. അപ്പോൾ പൂർവികരെല്ലാവരും സ്വസ്ഥരായി, അല്ലെങ്കിൽ മരണപ്പെട്ട ആത്മാക്കൾക്കെല്ലാം മോക്ഷം കിട്ടി അവർ സ്വസ്ഥരായാൽ മാത്രമാണ് നമുക്ക് കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലുള്ള അഭാവം മാത്രമല്ല, ആ മരണപ്പെട്ട ആത്മാവ് ചെയ്തു പോയിട്ടുള്ള പാപകർമ്മങ്ങളും ഇതിലൊരു ഭാഗവാക്കാണ്. ഒരച്ഛൻ മരിച്ചാൽ ആ അച്ഛന് കൃത്യമായ ബലിതർപ്പണങ്ങൾ മകൻ ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ അത് മകൻ്റെ മാത്രം ദോഷമല്ല, ആ അച്ഛൻ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെയും കൂടിയാണ്. ഒരു സ്വന്തം മകനിൽ നിന്ന് പിതൃകർമ്മങ്ങളുടെ ആ ഒരു ആത്മസമർപ്പണം സ്വീകരിക്കാൻ ആ അച്ഛന് കഴിയാതെ പോകുന്നു. അത്രത്തോളം പാപകർമ്മങ്ങൾ അച്ഛനും ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇതിനെല്ലാം ഒരു ശാന്തി വരുത്താൻ വേണ്ടിയാണ് തിലഹോമം എന്ന പേരിൽ ഇത്തരത്തിൽ ഇത് ശാസ്ത്രം വിധിച്ചിട്ടുള്ളത്. എല്ലാ കർത്തവാവ് ദിവസവും 6 മണി മുതൽ 8 മണി വരെ നടക്കുന്ന തിലഹോമത്തിൽ നിങ്ങളുടെ കുടുംബപ്പേരോ അല്ലെങ്കിൽ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുള്ളതായ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരും മരണനക്ഷത്രവും, കേരളത്തിൽ മാത്രമാണ് മരണനക്ഷത്രം ഉപയോഗിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പക്കം അല്ലെങ്കിൽ തിഥിയാണ് എടുക്കുന്നത്. പ്രഥമയ്ക്കാണെങ്കിൽ പ്രഥമ, ദ്വിതീയയ്ക്കാണ് ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, അങ്ങനെയുള്ള തിഥി ദിവസമാണ് എടുക്കാറ്. നമ്മളാണ് നക്ഷത്രം സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ ആ സമ്പ്രദായം അനുസരിച്ച് തന്നെ മരണനക്ഷത്രവും പേരും നിങ്ങൾ ഈ സഞ്ജീവനി പൂജാമഠത്തിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. ആ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള തുക, അതിനുള്ള സമർപ്പണം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് 100 രൂപയാണ് ഒരു കുടുംബത്തിലേക്ക് ചെയ്യാൻ. ഒരു കുടുംബത്തിൽ 2 or 3 പേര് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ബലിതർപ്പണങ്ങളാണ് നമുക്ക് പ്രത്യേകം ചെയ്യേണ്ടത്. തിലഹോമം ഒരു കുടുംബത്തിലെ ഒരു ആൾക്ക് ചെയ്താൽ മതി. ആ മരിച്ച വ്യക്തിയുടെ പേര് പറഞ്ഞ് സങ്കല്പം നടത്തി അദ്ദേഹവുമായി ബന്ധപ്പെട്ട പിതാമഹ, പ്രപിതാമഹ, വൃദ്ധപ്രപിതാമഹ, പിതാമഹി, പ്രപിതാമഹി, വൃദ്ധപ്രപിതാമഹി എന്ന 3 വർഗങ്ങളിൽ, 3 തലമുറയിൽ 6 വർഗങ്ങളിലായിട്ടുള്ള പിതൃക്കൾക്ക് എല്ലാവർക്കും സമർപ്പണമായിട്ട് എല്ലാവരെയും സങ്കല്പിച്ചുകൊണ്ടാണ് ഈ തിലഹോമം ചെയ്തു പോരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെങ്കിലും കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരാളുടെ പേരിൽ നക്ഷത്രം അയച്ചാൽ മതി. 2024 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് അടുത്ത ഒരു തിലഹോമം വരാൻ പോകുന്നത്, തിങ്കളാഴ്ച ദിവസം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ തരുന്നതായ സഞ്ജീവനി പൂജാമഠത്തിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ കുടുംബപ്പേരുണ്ടെങ്കിൽ കുടുംബപ്പേരും, അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബപ്പേരോ വീട്ടുപേരോ, അതല്ല എങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ പേരും മരിച്ച നക്ഷത്രവും അയച്ചു തരിക. അതേ നമ്പറിലേക്ക് തന്നെ അതിൻ്റെ കാണിക്കയും ഒരു സമർപ്പണ ബോധത്തോടുകൂടി അർപ്പിക്കുക. ഇവിടെ ഈ സഞ്ജീവനി പൂജാമഠത്തിലുള്ള പ്രത്യേകതകളിൽ നിങ്ങൾക്ക് പലർക്കും അറിയാം. നിർബന്ധമായിട്ടും സാമ്പത്തികം സമർപ്പിച്ചാൽ മാത്രമേ വഴിപാടുകൾ നടത്തുകയുള്ളൂ എന്ന് തീരുമാനമില്ല. ഇവിടുത്തെ ബോർഡിൽ വരെ പൂജാ കർമ്മങ്ങൾക്കുള്ള തുക, നിശ്ചയിച്ചിട്ടുള്ള തുക എഴുതി വെച്ചിട്ടുള്ള ബോർഡിൽ തന്നെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം രസീത് എടുക്കണമെങ്കിൽ സമർപ്പിക്കേണ്ട തുകയാണ്. ഇല്ലാത്ത ആളുകൾക്കും ഈ വഴിപാട് ചെയ്യാം. ഇഷ്ടമുള്ള തുക ഭണ്ഡാരത്തിൽ സമർപ്പിച്ചിട്ടും ഇവിടുത്തെ ഏത് പൂജകളും ഏത് വഴിപാടുകളും അന്നദാനം ഉൾപ്പെടെ ഏത് വഴിപാടും ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ജനറലായിട്ട് നമ്മളൊരു തുക 100 രൂപ നിശ്ചയിച്ചിട്ടുള്ളേ ഉള്ളൂ. ഒരാളുടെ 50 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ 10 രൂപയുള്ളെങ്കിലും അദ്ദേഹത്തിനും ഈ തിലഹോമത്തിൽ ഭാഗവാക്കാകാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. സ്വാമി ശരണം.